നമസ്കാരം. ഉപയോഗിച്ച സിറിഞ്ചുകൾ വീണ്ടും ഉപയോഗിച്ചതിനെ തുടർന്ന് പാകിസ്ഥാനിലെ ഒരു ആശുപത്രിയിൽ നിന്ന് 300-ലധികം കുട്ടികൾക്ക് HIV ബാധ. BBC നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരം പുറത്തു വന്നത്. പാകിസ്ഥാനിലെ തൗൻസയിലുള്ള THQ ആശുപത്രിയിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം. ഒരിക്കൽ ഉപയോഗിച്ച സിറിഞ്ച് വീണ്ടും കുട്ടികളെ കുത്തിവെക്കാൻ നഴ്സുമാർ ഉപയോഗിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഞെട്ടിക്കുന്ന ഈ കണ്ടെത്തലിന് കാരണമായത് 8 വയസ്സുകാരനായ മുഹമ്മദ് അമീൻ്റെ കഥയാണ്. HIV പോസിറ്റീവ് ആയതിന് തൊട്ടു പിന്നാലെ അവൻ മരണത്തിന് കീഴടങ്ങി. തൻ്റെ അവസാന നാളുകളിൽ കഠിനമായ പനിയും വേദനയും മൂലം അവൻ അനുഭവിച്ച ദുരിതങ്ങൾ അവൻ്റെ മാതാവ് ഓർത്തെടുക്കുന്നു. മുഹമ്മദിൻ്റെ രോഗനിർണയത്തിന് പിന്നാലെ അവൻ്റെ സഹോദരി അസ്മയ്ക്കും HIV സ്ഥിരീകരിച്ചു. ഒരു സർക്കാർ ആശുപത്രിയിൽ സാധാരണ ചികിത്സയുടെ ഭാഗമായി നൽകിയ കുത്തിവെപ്പുകളിലൂടെയാണ് 2 കുട്ടികൾക്കും വൈറസ് ബാധിച്ചതെന്നാണ് കുടുംബം സംശയിക്കുന്നത്. തൻ്റെ ക്ലിനിക്ക് സന്ദർശിച്ച് കുട്ടികളിൽ HIV ബാധ സ്ഥിരീകരിച്ചത് കണ്ട ഡോക്ടർ ഗുൽ കൊയ്സ്റാനി 2024 അവസാനം നടത്തിയ ഒരു അന്വേഷണം പാകിസ്ഥാനിലെ ആരോഗ്യരംഗത്തിൻ്റെ പിടിപ്പുകേടിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. HIV ബാധിച്ച 97 കുട്ടികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സാമ്പിളുകൾ പരിശോധിച്ചതിൽ 4 അമ്മമാർക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ നിന്നും വളരെ കുറഞ്ഞ കേസുകൾ മാത്രമേ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് പകർന്നുള്ളൂ എന്നും വ്യക്തമായി. മുഹമ്മദ് അമീൻ്റെയും അസ്മയുടെയും മാതാവ് സുഖ്രയുടെ പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നു. ഇവരുടെ ഭർത്താവ് 2 വർഷം മുമ്പ് ഒരു റോഡ് അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. 2021 നവംബറിനും 2025 ഒക്ടോബറിനും ഇടയിൽ തൗൻസയിൽ മാത്രം 331 കുട്ടികളിലാണ് HIV സ്ഥിരീകരിച്ചത്. തൗൻസയിലെ THQ ആശുപത്രിയിൽ നിന്ന് 2025 നവംബർ ഡിസംബർ മാസങ്ങളിലായി 32 മണിക്കൂർ നേരം BBC ദൃശ്യങ്ങൾ പകർത്തി. ഒരിക്കൽ ഉപയോഗിച്ച സിറിഞ്ചുകൾ പലതവണ നഴ്സുമാർ ഉപയോഗിക്കുന്നത് ഇതിൽ പതിഞ്ഞു. സിറിഞ്ചിൽ സൂചി പുതിയതിട്ടാലും ശേഷിക്കുന്ന ഭാഗം മാറ്റിയില്ലെങ്കിൽ അപകടമാണെന്നും ഡോക്ടർമാർ സൂചിപ്പിക്കുന്നു. അണുക്കൾ സൂചിയിലേക്ക് അതിവേഗം കടക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നു. പുറത്തു വന്ന ദൃശ്യങ്ങളിലൊന്നിൽ കുട്ടിയെ കുത്തിവെച്ച് കഴിഞ്ഞ് സിറിഞ്ചിൽ മിച്ചം വന്ന മരുന്ന് നഴ്സ് മറ്റൊരാൾക്ക് കൈമാറുന്നതും വ്യക്തമാണ്. അവർ ഒരു പുതിയ സൂചി ഘടിപ്പിച്ചാൽ പോലും സിറിഞ്ചിൻ്റെ പിൻഭാഗത്ത്, അതായത് നമ്മൾ സിറിഞ്ച് ബോഡി എന്ന് വിളിക്കുന്ന ഭാഗത്ത് വൈറസ് ഉണ്ടാകും. അതിനാൽ പുതിയ സൂചി ഉപയോഗിച്ചാലും രോഗം പടരുമെന്ന് പാകിസ്ഥാനിലെ ആരോഗ്യ വിദഗ്ധനായ ഡോക്ടർ അൽതാഫ് അഹമ്മദ് പറയുന്നു. മരുന്ന് കുത്തിവെക്കുന്നതിൻ്റെ എല്ലാ അടിസ്ഥാന തത്വങ്ങളും അവർ ലംഘിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുറന്നു വെച്ച മരുന്ന് കുപ്പികൾ, കൗണ്ടറുകളിൽ ഉപേക്ഷിച്ച നിലയിലുള്ള ഉപയോഗിച്ച സൂചികൾ, മെഡിക്കൽ മാലിന്യങ്ങളുടെ അശാസ്ത്രീയമായ നിർമ്മാർജ്ജനം എന്നിങ്ങനെ പാകിസ്ഥാനിലെ ആരോഗ്യരംഗത്തെ പിടിപ്പുകേടിൻ്റെ മറ്റ് തെളിവുകളാണ് മറ്റ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഒന്നിലധികം രോഗികൾക്കായി ഒരേ സിറിഞ്ച് തന്നെ ഉപയോഗിക്കുന്നത് തങ്ങൾ നേരിട്ട് കണ്ടതായി രക്ഷിതാക്കളും വെളിപ്പെടുത്തി. ഇങ്ങനെ ചെയ്യുന്നത് വളരെ വേഗത്തിൽ അണുബാധ പടരാൻ കാരണമാകുമെന്നും മെഡിക്കൽ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ആശുപത്രി ജീവനക്കാർ അണുവിമുക്തമായ കയ്യുറകൾ ധരിക്കാതെ നിരവധി തവണ കുത്തിവയ്പ്പുകൾ നൽകുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണാം. ഇത് രോഗാണുക്കൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. ആശുപത്രി ചുവരുകളിൽ സുരക്ഷിതമായ കുത്തിവയ്പ്പ് രീതികളെക്കുറിച്ചുള്ള ബോർഡുകൾ ഉണ്ടെങ്കിലും ഡോക്ടർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ അണുവിമുക്തമായ കയ്യുറകൾ ധരിക്കാതെ 66 തവണ രോഗികൾക്ക് കുത്തിവയ്പ്പ് നൽകുന്നത് തങ്ങൾ ചിത്രീകരിച്ചുവെന്നാണ് BBC റിപ്പോർട്ട്. എന്നാൽ ഇത്രയധികം തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ആശുപത്രി അധികൃതർ എല്ലാം നിഷേധിക്കുകയാണ്. മാത്രമല്ല, പുറത്തു വന്ന ദൃശ്യങ്ങളുടെ ആധികാരികതയാണ് ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കാസിം ബുസ്ദാർ ചോദ്യം ചെയ്യുന്നത്. ഇത് കെട്ടിച്ചമച്ചതോ അല്ലെങ്കിൽ താൻ ചുമതലയേൽക്കുന്നതിന് മുമ്പ് റെക്കോർഡ് ചെയ്തതോ ആയിരിക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഉപയോഗിച്ച സിറിഞ്ചുകൾ വീണ്ടും ഉപയോഗിക്കുന്നില്ലെന്നും രോഗികളുടെ സുരക്ഷിതത്വത്തിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം.